ഹായ് മൈ ഡിയേഴ്സ്, ഇന്ന് നല്ല ദിവസമാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്ന് മൺഡേ ആണ്. നമുക്ക് കഷ്ടപ്പെട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. എനിക്കറിയാം നിങ്ങൾക്ക് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പാസ്സായ പിള്ളേരൊക്കെ ഒരുപാടുണ്ടാവും. എന്നാലും പാസ്സാവാത്ത പിള്ളേരെ കാണാതെ ഒന്നും ഇരിക്കത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ എഴുതുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചങ്ക് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മളൊരു പ്രോബ്ലം നോക്കിയില്ലേ, അതിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ ആൻസേഴ്സും ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബ്ലം നമ്മൾ നേരത്തെ നോക്കിയത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതി വെക്കാനേ പാടില്ല, ആദ്യത്തെ ഒരു കാര്യം. പിന്നെ നമ്മൾ ഡയറക്റ്റ് നമ്പർ എഴുതണം. ഓക്കെ, നമ്പർ എഴുതിയിട്ട് വേണം ഈ ഫോമിൽ അങ്ങ് എഴുതി വെച്ചേക്കണം കേട്ടോ. yijk ഈക്വൽ ടു മ്യൂ പ്ലസ് ei പ്ലസ് dj പ്ലസ് edij പ്ലസ് sk പ്ലസ് dsjk പ്ലസ് esik പ്ലസ് edsijk പ്ലസ് ijk. നിങ്ങൾ വന്നിട്ട് EDS എടുക്കുന്നതിന് പകരം ABC എന്നും എടുക്കാം. ഓക്കെ, അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇവിടെ വന്നിട്ട് yijk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ith വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് jth UG ഡിഗ്രി ആൻഡ് kth സെക്സ് എഴുതി വെക്കണം. എന്നിട്ട് വേണം അടുത്തിലോട്ട് പോകാൻ. മ്യൂ എന്ന് പറഞ്ഞാൽ ഓവറോൾ മീൻ, അത്ര എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് ഇ എന്ന് പറഞ്ഞാൽ effect of ith work experience. ഓക്കെ, effect of ith work experience. അടുത്തത് ഡി എന്ന് പറഞ്ഞാൽ effect of jth UG ഡിഗ്രി. ഇനി പറയുന്നത് ED എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇന്ററാക്ഷൻ എഫക്ട് ഓഫ് ith വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് jth UG ഡിഗ്രി. SK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എഫക്ട് ഓഫ് kth സെക്സ് കോമ്പിനേഷൻ, അത്ര എഴുതിയാൽ മതി. ഓക്കെ, ESIK എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇന്ററാക്ഷൻ എഫക്ട് ഓഫ് ith വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് kth സെക്സ്, അത്ര എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് DKJK. ഓക്കെ, അത് വന്നിട്ട് ഇറ്റ് ഈസ് ദ ഇന്ററാക്ഷൻ എഫക്ട് ഓഫ് ith ഡിഗ്രി ആൻഡ് kth സെക്സ്, അത്ര എഴുതിയാൽ മതി. നെക്സ്റ്റ് വന്ന് EDSIJK, ഇവിടെ ക്യാപിറ്റൽ EDS ആണ്. അത് വന്നിട്ട് ഇറ്റ് ഈസ് ദ ഇന്ററാക്ഷൻ എഫക്ട് ഓഫ് ith വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് jth ഡിഗ്രി ആൻഡ് kth സെക്സ്. ഓക്കെ, അടുത്തത് വരുന്നതാണ് EIJK എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റാൻഡം എറർ, അത്ര എഴുതിയാൽ മതി. ഈ ഭാഗം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഒട്ടും സമയമില്ല കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് എഴുതിയിട്ട് വേണം ഹൈപ്പോത്തിസിനെ പറ്റി എഴുതാൻ. അപ്പം അവിടെ വരുന്നതാണ് ഫാക്ടർ വർക്ക് എക്സ്പീരിയൻസ് E. ഓക്കെ, അപ്പം H0 ഈക്വൽ ടു there is no significant difference എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അങ്ങോട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ E1 ഈക്വൽ ടു E2 ഈക്വൽ ടു E3 ഈക്വൽ ടു E4 അത്ര എഴുതിയിട്ട് H1 വന്നിട്ട് there is significant difference between the work experience എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫാക്ടർ ഡിഗ്രി D. ഇവിടെ വരുന്നത് D1 ഈക്വൽ ടു D2 ഈക്വൽ ടു D3 ഈക്വൽ ടു D4 എന്ന് എഴുതിയിട്ട് H1 വരുന്നതാണ് there is significant difference between the degrees എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇന്ററാക്ഷൻ വർക്ക് എക്സ്പീരിയൻസ് E ഇൻറ്റു ഡിഗ്രി D. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ E1 D1 ഈക്വൽ ടു E2 D2 ഈക്വൽ ടു E3 D3 ഈക്വൽ ടു E4 D4 എഴുതുക. അത് കഴിഞ്ഞിട്ട് there is significant difference between the different pairs of interaction in terms of work experience and degree എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സെക്സ്. ഇപ്പോൾ സെക്സ് വരുമ്പം എന്താണ്, there is no significant difference between the sexes in terms of combination of employee, അല്ലെങ്കിൽ S1 ഈക്വൽ ടു S2 ഈക്വൽ ടു S3 ഈക്വൽ ടു S4 വരെയൊക്കെ എഴുതിയിട്ട് there is significant difference between the sexes എന്ന് എഴുതാം. നെക്സ്റ്റ് വരുന്നതാണ് ഇന്ററാക്ഷൻ വർക്ക് എക്സ്പീരിയൻസ് E ആൻഡ് സെക്സസ്. ഓക്കെ, അപ്പം അവിടെ വരുമ്പോൾ E1 S1 equal to E2 S2 equal to E3 S3 equal to E4 S4. ഓക്കെ, അടുത്തത് H1 വന്നിട്ട് there is significant difference between the different pairs of interaction of work experience and sex. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി, അത് കൂടുതലൊന്നും എഴുതണ്ട. നെക്സ്റ്റ് ഇന്ററാക്ഷൻ ഡിഗ്രി S ആൻഡ് സെക്സ് S, അതിൽ നൾ ഹൈപ്പോസിസിൽ D1 S1 equal to D2 S2 equal to D3 S3 equal to D4 S4. ഓക്കെ, ഇവിടെ വന്നിട്ട്
there is significant difference between the different pairs of interaction in terms of sex and degree എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് interaction effect of EDS. ഓക്കെ, അപ്പോൾ ഇവിടെ null hypothesis വരുമ്പം there is no significant difference എന്ന് എഴുതുന്നതിന് പകരം തന്നെ പെട്ടെന്ന് നമുക്ക് ആൻസർ തീർക്കണമല്ലോ. അപ്പം E1 D1 S1 equal to E2 D2 S2 equal to E3 D3 S3. H1 വന്നിട്ട് there is significant difference between the different combination of work experience, degree and sex in terms of combination of employee. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫോർമുലാസ് എഴുതുന്നതിന് 1 മാർക്കാണ് കേട്ടോ. ഇപ്പം നമുക്ക് 3 മാർക്ക് കിട്ടി. ബാക്കി എത്ര മാർക്ക് ഉണ്ട്? 4 മാർക്ക് അല്ലേ? ബാക്കി 4 മാർക്ക് നമ്മൾ സോൾവ് ചെയ്യുന്നതിന്. അപ്പം എസ് ടോട്ടലിന്റെ ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ്? എന്താണ്? സമ്മേഷൻ I to A, സമ്മേഷൻ J to B, സമ്മേഷൻ K to C, y square ijkl minus y triple 4 dot square divided by n. ഓക്കെ, ഇവിടെ എസ് ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കറിയാം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. ഓക്കെ, ഈ വാല്യൂസിന്റെ എല്ലാം സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കണം. ഏതാണ്? ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇത് 8 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് 6 സ്ക്വയർ വരെ ചെയ്യുക. ഓക്കെ, അതാണ് ഒരു വാല്യൂ. അത് കഴിഞ്ഞിട്ട് 8 പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 2, അത് കഴിഞ്ഞിട്ട് 7 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 9 എന്ന് പറഞ്ഞു പോകുന്നില്ല. ജസ്റ്റ് 8 പ്ലസ് 6 വരയ്ക്കും നമ്മൾ പ്രസ് ചെയ്ത് അത് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എത്ര നമ്പേഴ്സ് ഉണ്ടോ അതെല്ലാം പ്ലസ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ഓൾറെഡി ഞാൻ ടോട്ടൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി SSE വന്നിട്ട് ഇതിന്റെ ഫോർമുല വന്നിട്ട് I to A yi BCN y സ്ക്വയർ ആണ് മൈനസ് y ഡബിൾ ഡോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഈ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് മാത്രം എടുക്കുക. ഇത് മാത്രം എടുക്കുക. ഇത്രയും വാല്യൂസ് എല്ലാം പ്ലസ് ചെയ്യുക. 8 പ്ലസ് 2 പ്ലസ് 7 പ്ലസ് 6. മനസ്സിലായോ? അതുപോലെ തന്നെ 4 പ്ലസ് 2 പ്ലസ് 8 പ്ലസ് 4 വർക്ക് എക്സ്പീരിയൻസ് മാത്രമാണ്. പിന്നെ 3 ഇയേഴ്സിന് അബവ് 3 അത് നമുക്ക് ആ ഒരു വാല്യൂ നമ്മൾ എഴുതി വെക്കണം. ഓക്കെ, 9 പ്ലസ് 9 പ്ലസ് 4 പ്ലസ് 9, അതുപോലെ തന്നെ 7 പ്ലസ് 8 പ്ലസ് 5 പ്ലസ് 6 കേട്ടോ. ഓക്കെ, അതെല്ലാം പ്ലസ് ചെയ്ത് കഴിയുമ്പം ആദ്യത്തെ ലെസ് ദാൻ 3 ഇയേഴ്സിന്റെ എല്ലാം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 41 കിട്ടും. മോർ ദാൻ 3 ഇയേഴ്സ് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 57 കിട്ടും. അതുപോലെ തന്നെ SSD. ഓക്കെ, SSD എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ UG ഡിഗ്രി അല്ലേ? അപ്പൊ SSD വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഞ്ചിനീയറിംഗ് മാത്രം എടുക്കുക, അതേഴ്സും എടുക്കുക. മനസ്സിലായി? എഞ്ചിനീയറിംഗ് എല്ലാം പ്ലസ് ചെയ്യുക, അതേഴ്സ് എല്ലാം പ്ലസ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. എഞ്ചിനീയറിംഗ് അല്ലേ? എഞ്ചിനീയറിംഗ് എല്ലാം ഈ ലെസ് ദാൻ 3 ഇയേഴ്സിന്റെ എല്ലാം പ്ലസ് ചെയ്യുക, ഇതെല്ലാം പ്ലസ് ചെയ്യുക, ഇതെല്ലാം പ്ലസ് ചെയ്യുക, ഇതെല്ലാം പ്ലസ് ചെയ്യുക. മനസ്സിലായോ? ഞാൻ നോക്കട്ടെ. അതെ, അതെല്ലാം പ്ലസ് ചെയ്യുക. നമുക്ക് 23 കിട്ടും. അതുപോലെ മറ്റുള്ള പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ 18, 31, 26 കിട്ടും. ഓക്കെ, ഇനി ഇതെല്ലാം സ്ക്വയർ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 4 മൈനസ് y ട്രിപ്പിൾ ഡോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 ചെയ്യുമ്പോൾ നമുക്ക് 22.5 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് SSED ഈക്വൽ ടു SS സബ് ടോട്ടൽ ഓഫ് ED മൈനസ് SSE മൈനസ് SSD. ഓക്കെ, ഈക്വൽ ടു 22.5 മൈനസ് 60 മൈനസ് 6.25. ഓക്കെ, മനസ്സിലായോ? നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു വാല്യൂ ഉണ്ടല്ലോ 22.5, അത് മൈനസ് SSE നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതും SSD നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതും രണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ED 0 ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇനി അടുത്തത് SSS കണ്ടുപിടിക്കണം. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും മാത്രം പ്ലസ് ചെയ്യണം. മനസ്സിലായോ? മെയിലിന്റെയും ഫീമെയിലിന്റെയും മാത്രം പ്ലസ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മെയിൽ മാത്രം പ്ലസ് ചെയ്യുക. എത്രയാണ്? 8 പ്ലസ് 7 പ്ലസ് മെയിൽ മാത്രം 8 പ്ലസ് 7 പ്ലസ് 4 പ്ലസ് 8. മനസ്സിലായോ? അതുപോലെ തന്നെ അടുത്ത മെയിലും 8 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 7 പ്ലസ് 8. അടുത്തത് ഫീമെയിൽ 2 പ്ലസ് 6 പ്ലസ് 2 പ്ലസ് 4 2 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് 5 പ്ലസ് 6 ചെയ്യണം. ഓക്കെ, അതെല്ലാം ഒരു കോളത്തിലോട്ട് വരും. മെയിൽ ഫീമെയിൽ മാത്രം. മനസ്സിലായോ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, മെയിൽ ഫീമെയിൽ. കണ്ടോ? അത് കഴിഞ്ഞിട്ട്
എസ് എസ് എക്സിൻ്റെ വന്നിട്ട് സമ്മേഷൻ സി അല്ല കെ ടു സി വൈ കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ബി എൻ മൈനസ് വൈ ട്രിപ്പിൾ ഡോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, ഇനി ഇതെല്ലാം പ്ലസ് ചെയ്യണം. 27 പ്ലസ് 33 ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. അതുപോലെ 14 പ്ലസ് 24 ചെയ്യുമ്പോൾ നമുക്ക് 38 കിട്ടും. ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം അല്ലേ ഉള്ളത്? 8 എണ്ണം അല്ലേ ഉള്ളത്? ഒരെണ്ണത്തിൽ 8 എണ്ണം അല്ലേ ഉള്ളത്? നോക്ക്, കാണിച്ചു തരാം. 1 2 3 4 അല്ലേ? 6 7 8 അല്ലേ? 1 2 3 4 5 6 7 8. ഓക്കെ, ഇത്രയും മെയിൽ ഉണ്ട്. അതുപോലെ തന്നെ 8 ഫീമെയിലും ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് 8 എടുക്കുക. ഓക്കെ, മൈനസ് 98 സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 ചെയ്യുമ്പോൾ നമുക്ക് 30.25 കിട്ടും. ഇനി അടുത്തത് എസ് സബ് ടോട്ടൽ ഓഫ് ഇ എസ് വന്നിട്ട് നമുക്കിപ്പം എന്താ പറയാ, 27 സ്ക്വയർ പ്ലസ് 14 സ്ക്വയർ പ്ലസ് 33 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 മൈനസ് 98 സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 വന്നിട്ട് 47.25 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇ എസിന്റെ കണ്ടുപിടിക്കുമ്പോൾ ഇ എസ് മൈനസ് ഇ എസ്, ഇ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 16 ആണ് കണ്ടുപിടിച്ചത് അല്ലെ? എസ് ഇതാ ഇവിടെ ഇരിക്കുന്നത്. ഇത് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മീൻസ് ഇതിന്റെ കൂടെ 47.25ന്റെ കൂടെ ഇത് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. മനസ്സിലായോ? ഇനി അടുത്തത് വരുന്നതാണ് എസ് എസ് ഡി എസ്. ഡി എസും അതുപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ മെയിലും ഫീമെയിലും മാത്രം എടുത്താൽ മാത്രം മതി കേട്ടോ. ഞാൻ നോക്കട്ടെ. ഓക്കെ, അത് എഞ്ചിനീയറിംഗിന്റെ മെയിലും എഞ്ചിനീയറിംഗിന്റെ ഫീമെയിൽസും അതുപോലെ അതേഴ്സിന്റെ മെയിലും അതേഴ്സിന്റെ ഫീമെയിൽസും എല്ലാം കൂടെ പ്ലസ് ചെയ്യണം. ഓക്കെ, അതാ എഞ്ചിനീയറിംഗ് മെയിലാണ് 33, എഞ്ചിനീയർ ഫീമെയിൽ ആണ് 21, അതേഴ്സ് മെയിൽ വന്നിട്ട് 27, അതേഴ്സ് ഫീമെയിൽ വന്നിട്ട് 17. ഓക്കെ, ഇനി എസ് എസ് സബ് ടോട്ടൽ ഓഫ് ഡി എസ് വന്നിട്ട് സമ്മേഷൻ ഐ ടു ബി കെ ടു സി സമ്മേഷൻ വൈ ജെ കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ എൻ കേട്ടോ മൈനസ് വൈ ട്രിപ്പിൾ ഡോട്ട് സ്ക്വയർ ഈക്വൽ ടു നമുക്ക് ഈ 33 പ്ലസ് 21 പ്ലസ് 27 പ്ലസ് 17 എല്ലാത്തിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 മൈനസ് 98 സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 ചെയ്യുമ്പോൾ നമുക്ക് 36.75 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇ ഡി എസ് കണ്ടുപിടിക്കണം. ഇ ഡി എസ് കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ മെയിൽ എല്ലാം കൂടെ പ്ലസ് ചെയ്യണം, ഫീമെയിൽ എല്ലാം കൂടെ പ്ലസ് ചെയ്യണം. അതുപോലെ മെയിൽ അതേഴ്സിലെല്ലാം പ്ലസ് ചെയ്യണം, ഫീമെയിൽ എല്ലാം കൂടെ അതേഴ്സിൽ പ്ലസ് ചെയ്യണം. എഞ്ചിനീയറിംഗിൽ 3 years എബോവിന്റെ മെയിൽ എല്ലാം പ്ലസ് ചെയ്യണം, ഫീമെയിൽ എല്ലാം പ്ലസ് ചെയ്യണം. അതുപോലെ തന്നെ അതേഴ്സിന്റെ മെയിൽ എല്ലാം പ്ലസ് ചെയ്യണം, ഫീമെയിൽ എല്ലാം 3 years എബോവിന്റെ പ്ലസ് ചെയ്യണം. ഓക്കെ, എന്ന് നമ്മൾ സബ് ടോട്ടൽ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എത്രയായിരിക്കും? 15 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 18 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ പ്ലസ് 11 സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 അല്ലേ? 8 ആണോ? 8 അല്ല, 4 ആണ് കേട്ടോ, സോറി. 4 എണ്ണം ഉണ്ട്. 1 2 3 4 ഒരു കോളത്തിൽ 4 എണ്ണം ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് 53.75 കിട്ടും. ഇനി അടുത്തത് വന്നിട്ട് ഇ ഡി എസിന്റെ എസ് എസ് ഇ ഡി എസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് സബ് ടോട്ടൽ 53.75 കിട്ടിയത് മൈനസ് ഇ മൈനസ് ഡി മൈനസ് ഇ ഡി മൈനസ് എസ് മൈനസ് ഇ എസ് മൈനസ് ഡി എസ് ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. ഇനി എസ് എസ് എറർ കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിച്ച എസ് എസ് ടോട്ടലിന്റെ കൂടെ നമ്മൾ കിട്ടിയിരിക്കുന്ന എസ് എസ് ഇ എസ് എസ് ഡി എസ് എസ് ഇ ഡി എസ് 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 ഇ എസ് 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 ഡി എസ് 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 ഇ ഡി എസ് എല്ലാം വന്നിട്ട് ടോട്ടലോട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 32 കിട്ടും. മനസ്സിലായോ? ഇനി ഇതെല്ലാം ഒരു ടേബിളിലോട്ട് നമ്മൾ ആക്കണം. അറിയാമല്ലോ ഇതെല്ലാം എങ്ങനെ ചെയ്യുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന എസ് എസ് ഇ എസ് എസ് ഡി എസ് എസ് ഇ ഡി എസ് 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 ഇ എസ് 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 ഡി എസ് 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 ഇ ഡി എസ് പിന്നെ എറർ ടോട്ടൽ എഴുതണം. അടുത്തത് അതിന്റെ വാല്യൂസ് എല്ലാം നമ്മളിവിടെ എഴുതണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വന്നിട്ട് ഈ ഫോമിലൊന്നും വലുതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് 1 1 1 എഴുതി പോയാൽ മതി. എറർ വരാൻ നേരത്ത് മാത്രം നമ്മൾ 8 എഴുതണം. നമുക്ക് എത്ര ടോട്ടൽ നമ്പർ ഓഫ് കോളം എത്ര ഉണ്ട്? 16 ഉണ്ട്. 16 മൈനസ് 8 വന്നിട്ട് 8 ആയിരിക്കും കിട്ടുന്നത്. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ടോട്ടൽ വന്നിട്ട് നമുക്ക് എത്ര നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടോ അത് മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. ഓക്കെ, ഇനി ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടിരിക്കുന്ന 16 ഡിവൈഡഡ് ബൈ 1 ചെയ്യണം. ഓക്കെ, അത് മീൻ സം സ്ക്വയേഴ്സ് ആണ് ഇവിടെ എല്ലാം കാണിച്ചിരിക്കുന്നത്. ഇവിടെ മാത്രം വ്യത്യാസമുണ്ട്. അത് എവിടെയാ? ഇററിൽ വന്നിട്ട്
32 ഡിവൈഡഡ് ബൈ 8 ആയിരിക്കും 4 വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ 16 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം, അതുകൊണ്ട് 6.25 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. അങ്ങനെ നമുക്ക് എഫ് റേഷ്യോ മുഴുവൻ കിട്ടും. ഓക്കെ, എഫ് റേഷ്യോ കിട്ടിയിട്ട് നമ്മൾ ടേബിളിൽ എടുക്കും. നമുക്കറിയാം ടേബിൾ ഏതാണ്, പേജ് നമ്പർ 15 ആണ്. ഓക്കെ, പേജ് നമ്പർ 15 ആണ്. 0.05 ഉണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിൽ നമുക്ക് 1,8 1 ഇതാണ് 1. ഓക്കെ, 8 വന്നിട്ട് ഇവിടെ ഈ ഒരു കോളത്തിൽ നിന്ന് 8 എടുക്കണം. ഓക്കെ, അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് 5.32. ഓക്കെ, നമുക്ക് എല്ലാം അക്സെപ്റ്റഡ് ആണ്. ഇവിടെ മാത്രം 5.32 ഗ്രേറ്റർ വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ ഇത് മാത്രം റിജക്ട് ചെയ്യും, ബാക്കിയെല്ലാം അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങളെ വലുതായിട്ട് ബോറടിപ്പിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് 2 power n ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ് കാണാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാംസ്.